ഹായ് ഫ്രണ്ട്സ്, ഞാൻ വലിയാറ. ഞാനിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ എന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഈ ഒരു മഴക്കാലം വന്നതിന് ശേഷം ഇപ്പോൾ തുടർച്ചയായിട്ട് വെള്ളത്തിപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇപ്പോൾ അടുത്തെന്ന് പറയാൻ തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ തലപ്പാറ വലിയ പറമ്പ് എന്ന സ്ഥലത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനെ തോട്ടിലേക്ക് വീഴുകയുണ്ടായി. അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ പ്രവർത്തകർ വന്നിരുന്നു. പ്രധാനമായിട്ടും പരപ്പനങ്ങാടി സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് വെള്ളത്തിൽ പോകുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുള്ളത്. മറ്റുള്ളവരും മറ്റു സഹായങ്ങൾക്കായി എത്താറുണ്ട്. അങ്ങനെ വലിയ പറമ്പ് ഉണ്ടായ അപകടത്തെ തുടർന്നുണ്ടായ വെള്ളത്തിൽ പോയത് രക്ഷാപ്രവർത്തനം 3 ദിവസം അവിടെ രക്ഷാപ്രവർത്തനം തുടർന്ന് 3-ാം ദിവസം അവിടെ നിന്നും ബോഡി കണ്ടെത്തി. അത് കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞതിന് ശേഷം പരപ്പനങ്ങാടി പാലത്തിങ്കൽ ന്യൂക്കട്ടിൽ ഒരു കുട്ടി വെള്ളത്തിൽ പോവുകയുണ്ടായി. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 5 ദിവസമാണ് തിരഞ്ഞത്. എന്നാൽ അവരെ 5-ാമത്തെ ദിവസം തൃശ്ശൂർ ജില്ലയിലെ അഴീക്കൽ കടപ്പുറത്ത് വെച്ച് ആ ഒരു ബോഡിയും ലഭിച്ചു. അതിനുശേഷം 1 ദിവസം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് ജില്ലയിലെ നെല്ലായം അപ്പാട്ടുകര കടവിലെ ഒരു സ്ത്രീ വെള്ളത്തിൽ പോവുകയുണ്ടായി. അവർക്ക് വേണ്ടിയും മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ പരപ്പനങ്ങാടി സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ അവിടെ എത്തി 2-ാം ദിവസം പുലാമന്തോള് കാട്ടുപാറ പുഴയിൽ നിന്നും മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ പ്രവർത്തകർ ആ ഉമ്മയുടെ ബോഡി കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.